ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു സ്നാക്കാണ് കേട്ടോ കാണിക്കുന്നത്. അതിന് ഞാൻ പേരിട്ടത് പൊട്ടാറ്റോ സ്കെയിൽ എന്നാണ്. അപ്പം ഞാൻ ആ സ്കെയിലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കുന്നതുകൊണ്ടാണ് ആ പേരിട്ടത്. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തത്. അതുകൂടാതെ നമുക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് എടുത്തത്. പിന്നെ കുറച്ച് ചാറ്റ് മസാല വേണം. പിന്നെ ഒറിഗാനോ, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി വേണം. ഇനി ഇത് സ്മാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഫോർക്ക് സ്പൂൺ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ സ്മാഷർ ഉപയോഗിക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് സ്മാഷ് ചെയ്യണം കേട്ടോ. നല്ല മാവ് പോലെ ആയി വരണം. ഇതുപോലെ ആയി വരണം. അതിനുശേഷം ഉരുളക്കിഴങ്ങിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ചേർക്കാം. മുളക് പൊടി, പിന്നെ കുറച്ച് ഒറിഗാനോ ചേർക്കാം. അധികം ആവരുത് കേട്ടോ, ഒരു 2 പിഞ്ച് തന്നെ മതിയാവും. പിന്നെ കുറച്ച് ചാറ്റ് മസാലയും ചേർക്കാം. പിന്നെ ചാറ്റ് മസാലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ ഗരം മസാലയും ചേർക്കാം. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതേപോലെ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കയ്യിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ കയ്യിലാക്കിയതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് നമ്മൾ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. അധികം എരിവൊന്നും ഇല്ലാത്ത ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. പിന്നെ എരിവ് വേണം, കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി നിങ്ങൾക്ക് ചേർക്കാം. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാൻ, മൂടി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് നമ്മൾക്ക് പത്തിരി പോലെ നമുക്കൊന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബട്ടർ പേപ്പറാണ് ഉപയോഗിച്ചത്. അപ്പം നിങ്ങളടുത്ത് ഈ ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വാഴയില എടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ഓയിലും വെളിച്ചെണ്ണയൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾക്ക് പാക്കറ്റായിട്ട് കിട്ടുന്നത്, അപ്പോൾ അതും യൂസ് ചെയ്യാം കേട്ടോ. ആ കവറും കൂടെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഓയിലൊന്ന് സ്പ്രെഡായി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ഒരു പകുതി മാത്രം ആദ്യം എടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് നമ്മുടെ പത്തിരിയൊക്കെ പരത്തിയെടുക്കുമല്ലോ, അതുപോലെ പരത്തിയെടുക്കുക. അപ്പം ഞാനിവിടെ ഒരു ഈസി ആയിട്ട് ഒരേ ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതിൻ്റെ മേലെ വേറൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് അമർത്തുകയാണ് കേട്ടോ. ഒന്ന് നന്നായിട്ടൊരു പ്ലേറ്റ് വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പം എല്ലാ ഭാഗം ഒരേപോലെ നമ്മൾക്ക് ഈവൺ ആയിട്ട് കിട്ടും. ഇതുപോലെ നമ്മൾക്ക് ഈവൺ ആയിട്ട് കിട്ടും. ഇനി ഇതൊന്ന് സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ സൈഡിൽ നിന്നൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ട് ഇതൊരു സ്കെയിലിൻ്റെ ആകൃതിയിൽ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പം നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഞാനെല്ലാം മുറിച്ചു. എന്നിട്ട് ഇത് നമ്മൾക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റി ഇനി ഒരു പാൻ വെച്ച് കുറച്ച് ഓയിൽ, ഒരു 4 ടേബിൾ സ്പൂണോളം മതിയാകും. ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾക്ക് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു കട്ടി ഉണ്ടാവും നമ്മുടെ ഈ സ്നാക്കിന്. വീണ്ടും പറയാണ്, നിങ്ങൾക്ക് ഈ ഷേപ്പിൽ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതൊന്ന് 3 അല്ലെങ്കിൽ 2 ഒന്ന് കട്ട് ചെയ്തിട്ടും ചേർക്കാവുന്നതേ ഉള്ളൂ. ഒരു സൈഡ് ആയതിനു ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡ് ആയി, ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. അപ്പം ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ പൊരിച്ചെടുക്കാം. ഇന്നത്തെ സ്നാക്ക് റെസിപ്പി ഇതാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടമാവും. അപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി, നമസ്കാരം.